പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഇനി എന്ത് എന്നാലോചിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 10ാം ക്ലാസ് വരെ നമ്മൾ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സെക്ഷൻ ഒരു മാറ്റവും ഇല്ലാതെ പോകേണ്ട ഒരു സെക്ഷനാണ്. സെലക്ഷനും യാതൊരു പ്രാധാന്യമില്ല, നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കേണ്ട ക്ലാസ്സുകളുമാണ്. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കുട്ടികളുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ. നമുക്ക് പ്രധാനമായിട്ട് 3 കോഴ്സുകളാണുള്ളത്. നിങ്ങൾക്കറിയാം, സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഈ ഒരു 3 കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെടുക്കണം, ഇനി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഭൂരിഭാഗം രക്ഷിതാക്കളും വളരെ വലിയൊരു ആശങ്കയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. റിസൾട്ട് വന്നു, ഇനി വലിയ റിസൾട്ട് ഉണ്ട്, എന്നാലോ വേണ്ടത്ര സീറ്റുകളോ കാര്യങ്ങളോ നമ്മുടെ നാടുകളിൽ ഇല്ല. അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ് കുട്ടികളെ സംബന്ധിച്ച് ഇനി വരാൻ പോവുകയാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു സെക്ഷൻ, അതായത് ഹയർ സെക്കൻഡറി സെക്ഷൻസ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഹാർവസ്റ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ലത് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം, സയൻസാണ്. എന്തുകൊണ്ടായിരിക്കും സയൻസിന് ഇത്ര പ്രാധാന്യം കൂടാനുള്ളൊരു കാരണമെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതുപോലെ മറ്റേത് ബ്രാഞ്ച് ഉള്ള കുട്ടികൾ പഠിക്കുന്ന എല്ലാ കോഴ്സിനും സയൻസ് പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ മുന്നിൽ, സയൻസ് പഠിച്ചു കഴിഞ്ഞൊരു കുട്ടിയുടെ മുന്നിൽ ഒരു വാതിലുകളും അടയപ്പെടുന്നില്ല. എല്ലാ വാതിലുകളും തുറന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം മക്കൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് പലതാണ് ഇഷ്ടമെന്ന് പറയുന്ന സമയമാണ്. പക്ഷേ ആ ഇഷ്ടങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിയാതെയാവുമ്പോൾ, ചില ഭാഗങ്ങളുടെ മാത്രം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ മുന്നിലുണ്ടാണ് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലുള്ള പല എക്സാംസിനും, അതായത് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ PSC എക്സാം പോലത്തെ എക്സാമിനൊക്കെ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജോലി സാധ്യതകൾ സയൻസിലുണ്ട്. കാരണം പഠിക്കാൻ കുറച്ച് ബാക്കിലാണെങ്കിൽ അതിൻ്റേതായ ജോലിയും, പഠിക്കാൻ ഏറ്റവും ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിൻ്റേതായ നല്ല ജോലികളും നേടാൻ സയൻസ് പഠിച്ചാൽ സാധിക്കും. അതായത് ഒരു പൊസിഷൻ എടുക്കുക, ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലോവർ ലെവലിലുള്ളവർക്കും അതുപോലെ ഏറ്റവും ഹയർ ലെവലിലുള്ള ആളുകൾക്കും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സയൻസ് എന്നുള്ളത്. അപ്പോൾ സയൻസ് പഠിക്കുകയായിരിക്കും നമ്മളെ മക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സയൻസ് സിലബസ് എടുക്കുകയായിരിക്കും നമ്മളെ മക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം. കാരണം ഞാൻ കേൾക്കാറുണ്ട്, അവനെക്കൊണ്ട് സയൻസ് ഒന്നുമില്ല, അവളെക്കൊണ്ട് സയൻസ് ഒന്നും ആവൂല, സയൻസ് ഒന്നും പഠിച്ചാൽ അത്രാണ്ട് എത്തൂല, അവൾ അത്രക്കൊക്കെ പൊട്ടൻഷ്യൽ ഉള്ളൂ എന്നൊക്കെ പറയണത് ഞാൻ ഒരുപാട് പാരൻസ് പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ സയൻസ് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് പഠിപ്പിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യിപ്പിച്ചാൽ നമുക്ക് +2 കഴിയുമ്പോൾ അവർക്ക് അനുയോജ്യമായ ചെറിയ ജോലികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസിനോ പോകാൻ പറ്റും. കാരണം അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. പിന്നെ ഞാൻ കേൾക്കാറുള്ളൊരു കാര്യമാണ്, 10ാം ക്ലാസ്സിൽ 1, 2, 3 A+ നഷ്ടപ്പെടുന്നത് കൊണ്ട് അവർക്ക് സയൻസ് ലഭിക്കാതെ പോകുന്നൊരവസ്ഥ. കാരണം സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സയൻസിലായിരിക്കും അവർക്ക് A+ കിട്ടിയിട്ടുണ്ടാവുക, മറ്റേതെങ്കിലും സബ്ജക്റ്റിൽ 2, 3 A+ പോകുന്ന കാരണം കൊണ്ട് അവർക്ക് സയൻസ് കിട്ടാത്തൊരവസ്ഥ. അത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ആ കുട്ടിയുടെ സ്കില്ല് സയൻസിലാണുള്ളത് എന്ന് അവരുടെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഫുൾ A+ ഇല്ല എന്ന കാരണം കൊണ്ട്, ഫുൾ A+ ഇല്ല എന്നൊരു കാരണം കൊണ്ട് അവർക്ക് സയൻസ് കിട്ടാതെ പോകുന്നൊരവസ്ഥ, അതും വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സംവിധാനം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും, പ്രതിസന്ധികൾ നമ്മളെ മുന്നിൽ ഒരുപാട് ഉണ്ടാവുമല്ലോ, പക്ഷെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ, അന്വേഷിച്ചാൽ നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ സയൻസ് പഠിക്കാൻ നമുക്ക് കിട്ടും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, കുട്ടിയെ ഒരു സയൻസ് സിലബസിൽ ചേർക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം കുട്ടിയുടെ കഴിവിനനുസരിച്ചിട്ടല്ല, അവരുടെ പൊട്ടൻഷ്യൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോട് കൂടി പറയുന്നത് നിങ്ങൾ ചോദിക്കും. ചില ആളുകളൊക്കെ അതിനെ എതിർക്കും, സയൻസ് ഭയങ്കര ടഫാണ്, വെറുതെ ടഫായ ഒരു സബ്ജക്റ്റ് എന്തിനാണ് അവരെ മുന്നിൽ കൊണ്ടുവരുന്നത്, എന്തിനാണ് ആ കുട്ടികളെ വെറുതെ അതിലേക്ക് അടിച്ചേൽപ്പിക്കണമെന്ന് ചോദിക്കും. അതിലൊരു പ്രത്യേക ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതായത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സയൻസ് എടുപ്പിക്കരുത്.
കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സംവിധാനം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കുട്ടിക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഫുൾ എ പ്ലസ് ഇല്ലല്ലോ അതുകൊണ്ട് പറ്റൂലല്ലോ നമ്മൾ വിലയിരുത്താനും പാടില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർ പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇത് പറയുന്നത് വെച്ചാൽ, ഹാർവസ്റ്റിൻ്റെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഒറ്റ എ പ്ലസ് ഇല്ലാത്ത 4 കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷം +2 ഫുൾ എ പ്ലസ് ആയത്. 10ാം ക്ലാസ്സിൽ ഒരു എ പ്ലസ് പോലും ഇല്ലാത്ത 4 കുട്ടികൾക്ക് +2 സയൻസ് സിലബസിൽ ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമാണ്. ആ മക്കൾക്ക് നമ്മൾ സയൻസ് പറ്റൂല എന്ന് പറയും മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതാണ് എൻ്റെ വലിയൊരു വ്യത്യാസം. അതാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയാൻ കാരണം. കഴിഞ്ഞ വർഷങ്ങൾ മാത്രമല്ല, അതിൻ്റെ മുൻപുള്ള ഒരുപാട് വർഷങ്ങളിലും RSL ഈ ചരിത്രം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ്. അവരത് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ മതി. എന്തുകൊണ്ട് അങ്ങനെ റിസൾട്ടിലേക്ക് RSL എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത്, നല്ല ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കണം, കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഫോളോ അപ്പ് ഇങ്ങനത്തെ കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ബാക്കിൽ നടന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കണം. അതുപോലെ തന്നെ എക്സാംസ് പരമാവധി നല്ല രീതിയിൽ എഴുതിപ്പിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അവരവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആകുമ്പോൾ അവസാനം അവർ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായിക്കും. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറിങ് ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പറ്റാവുന്ന എല്ലാവരും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സയൻസ് എടുക്കണം. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു സംവിധാനമൊക്കെ RSUമായിട്ട് ഞാൻ കണക്ട് ചെയ്യണത്, നമ്മളെ സ്ഥാപനവുമായിട്ട് കണക്ട് ചെയ്യണത് നിങ്ങൾക്ക് അതുമായിട്ട് ആലോചിക്കാം എന്നുള്ളത് കൊണ്ടും കൂടിയാണ് കേട്ടോ. നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, സയൻസ് പഠിച്ചതുകൊണ്ട് 100% സാധ്യതകൾ തെളിയൂല. സയൻസ് പഠിച്ചതുകൊണ്ട് 100% നമ്മൾ സയൻസ് പഠിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ ഇന്ന ജോലി എന്ന് പറയാൻ കഴിയില്ല. സയൻസിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചെറുതും വലുതുമായ ജോലികൾക്ക് എൻട്രൻസ് എക്സാമുകളുണ്ട്. എൻട്രൻസ് എക്സാമിലൂടെയാണ് നമുക്ക് കൂടുതൽ ജോലികളും സാധ്യമാവുക. നല്ല കോളേജുകൾ കിട്ടുക എൻട്രൻസ് എക്സാമിലൂടെയാണ്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം നമുക്ക് നിർബന്ധമായിട്ടും നല്ല രീതിയിൽ എഴുതാൻ പറ്റണം. അതിന് വേണ്ട ഒരു കാര്യം, ഈ സയൻസ് സിലബസ് പഠിക്കുന്ന സ്ഥാപനത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രാധാന്യമുണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എൻട്രൻസ് കോച്ചിങ്ങിന് പ്രാധാന്യമുള്ളൊരു സംവിധാനത്തിൽ മക്കൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. സയൻസ് പഠിക്കുന്ന എല്ലാ കുട്ടികളും എൻട്രൻസ് എക്സാമും കൂടി എഴുതണം എന്ന് നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഏത് നാഷണലൈസ്ഡ് കോളേജുകളാണെങ്കിലും ഈവൻ ഡിഗ്രി പോലും ഇപ്പം എൻട്രൻസ് എക്സാമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻട്രൻസ് എക്സാമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സയൻസ് സിലബസാണ് കുട്ടികൾ പഠിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം, എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ, ഒരു എൻജിനീയറിങ്, ഇതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കോഴ്സുകൾക്ക് ഇപ്പോൾ എൻട്രൻസ് എക്സാമുകളുണ്ട്. അപ്പോൾ സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് എല്ലാ എൻട്രൻസ് എക്സാമുകളും എഴുതാൻ പറ്റും. കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും എല്ലാ കുട്ടികളും എഴുതുന്ന എക്സാമുകളൊക്കെ ഈ സയൻസിലെ കുട്ടികൾക്കും എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ എക്സാമുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റണം. സയൻസ് പഠിച്ചതുകൊണ്ട് ഒരു എഞ്ചിനീയർ ആവുക, ഒരു ഡോക്ടർ ആവാമെന്നില്ല. അവർക്ക് റിസർച്ച് സംബന്ധമായുള്ള ഐസറുണ്ട്. അതുപോലെ അഗ്രികൾച്ചറൽ ഐക്കാർ എക്സാമുകൾ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ കുസാറ്റ് എക്സാംസ്, അതുപോലെ വേറെയും കുറേ എൻട്രൻസ് എക്സാമുകൾ ഇഷ്ടംപോലെ, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എക്സാംസ്, അങ്ങനെ ഒരുപാട് എക്സാംസുകളുണ്ട്. അതൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം, കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന, അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാവണം ഇനി കുട്ടികൾ പഠിക്കേണ്ടത്. കാരണം പഠനം മാത്രമല്ല, ആ പഠനം കൊണ്ട് എവിടെ എത്തണമെന്നും കൂടി കൃത്യമായിട്ട് സ്ഥാപനത്തിനും കുട്ടികൾക്കും വ്യക്തത ഉണ്ടായാലാണ് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രത്യേകം കാണാറുള്ളതാണ്, പല സ്ഥാപനങ്ങളിലും എൻട്രൻസ് കോച്ചിങ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യും. സയൻസ് പഠിക്കുകയാണെങ്കിൽ എൻട്രൻസ് കോച്ചിങ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യും. പക്ഷേ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ യാതൊരു തരത്തിലുള്ള ക്ലാസ്സുകളോ സംവിധാനങ്ങളോ അവിടെ ഉണ്ടാവാറില്ല. നമ്മൾ കാണാറുള്ള യാഥാർത്ഥ്യമാണത്. അത് ആണെങ്കിൽ നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കണം. വെറും ഒരു പരസ്യത്തിൽ ഒതുങ്ങിയ എൻട്രൻസ് കോച്ചിങ് ആവരുത്. കൃത്യമായിട്ട് എൻട്രൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്രയും കണ്ടൻറ്റ് പറഞ്ഞുകൊണ്ട് റിപ്പീറ്റേഴ്സ് ബാച്ചിന് കയറുന്ന അത്രയും എക്സ്പീരിയൻസ്ഡുള്ള ടീച്ചേഴ്സ് കയറിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണോ എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. സ്ഥാപനമോ അതല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിനെ കാണരുത്. എൻട്രൻസ് കോച്ചിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുന്ന സ്ഥാപനങ്ങളാവണം. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക വെച്ചാൽ അതിൻ്റെ പൂർവ്വകാല ഹിസ്റ്ററി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ സ്ഥാപനം അതിന് മുൻപത്തെ വർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ടുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളുടെ വിജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ കൂടുതൽ അടുത്തറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഈ സെക്ഷനിൽ നിങ്ങൾ RSനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്ക് നോക്കാം. കാരണം
ഹയർ സെക്കൻഡറി റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഹാർവസ്റ്റ് ഒന്നാമതാണ്, ഫസ്റ്റാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹയർ സെക്കൻഡറിയിൽ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം 66 കഴിഞ്ഞ ബാച്ചിൽ 66 കുട്ടികളിൽ ഏകദേശം 7 കുട്ടികൾക്കാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിട്ട് വന്നിരുന്നത്. ആ 7 കുട്ടി ബാക്കി ഇപ്പോൾ +1 പബ്ലിക് എക്സാം കഴിഞ്ഞ് പോയേക്കും അത് 37 കുട്ടികളായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഇല്ലാത്ത കുട്ടികൾക്ക് പോലും +1 ഇത്രയും കുട്ടികൾക്ക് ഫുൾ A+ ആക്കി കൊടുക്കാൻ ഹാർവസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ റിസൾട്ടുകളാണ്. ഇതൊക്കെ ഓരോ കുട്ടിയുടെ ലൈഫ്, ഓരോ കുട്ടിയുടെയും ലൈഫിലെ വിജയങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അത് വലിയൊരു വിജയങ്ങളാണ് നമ്മൾ, അല്ലെങ്കിൽ പഠനം കൊണ്ട് ഉണ്ടാകുന്ന റിസൾട്ടുകളാണ് നിങ്ങളെ മുന്നിൽ അനലൈസ് ചെയ്യാൻ ഇട്ട് തരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഹയർ സെക്കൻഡറി ലെവലിൽ റിസൾട്ട് ഉള്ളത്. അതുപോലെ തന്നെ എൻട്രൻസ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ MBBSഉം അതുപോലെ NITയും MBBS NIT അതുപോലെ മറ്റനുബന്ധ കോഴ്സുകളൊക്കെ തന്നെ ഹാർവസ്റ്റിൽ ഫസ്റ്റ് ചാൻസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ MBBSഉം വേണമെങ്കിൽ ഒരു കുട്ടീനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണ് നേടിയെടുക്കാൻ പറ്റും. അപ്പം എൻട്രൻസ് സെക്ഷനിലായാലും തിയറി സെക്ഷനിലായാലും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ ഹാർവസ്റ്റ് ഇത്രയും കാലം കൊണ്ട് കൈവരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, റെസിഡൻഷ്യൽ സിസ്റ്റമാണോ അല്ലയോ എന്നുള്ളത്. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തു വെക്കാനുള്ള കാരണം, കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് കാരണം ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ചില സ്ഥാപനങ്ങളിലൊന്നും പാഠം പോലും റെഗുലറായിട്ട് നല്ല രീതിയിൽ തീർത്തിട്ടില്ല. കാരണം അത് സ്ഥാപനത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയും ചെറിയ സമയം കൊണ്ട് എങ്ങനെ അവർക്ക് അത് തീർക്കാൻ കഴിയൂല. അതുതന്നെയാണ് യാഥാർത്ഥ്യം. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വർഷം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ 2 വർഷം നഷ്ടപ്പെട്ടു, ഇനി അങ്ങനെ ഒരു വർഷം നഷ്ടപ്പെടുമോ എന്നൊക്കെ ആശങ്കയിൽ നിൽക്കുമ്പം ഈ നഷ്ടപ്പെടുന്നത് മക്കളുടെ ലൈഫാണ്, അവരുടെ നോളേജാണ്. അവർക്ക് പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അവരുടെ ജോലിയെയും അവരുടെ സംവിധാനങ്ങളെയും അവരുടെ ഇനി അങ്ങോട്ടുള്ള ലൈഫിനെ മുഴുവൻ, എൻ്റെ ലൈഫിനെ മുഴുവൻ അത് ബാധിക്കും. അപ്പോൾ എൻ്റെ ലൈഫിനെ ബാധിച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാണ് പറ്റുക? അപ്പോൾ ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചതൊക്കെ വെറുതായി പോകില്ലേ? അപ്പം ഇനിയുള്ള കാലത്ത് റെസിഡൻഷ്യൽ സിസ്റ്റങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം റെസിഡൻഷ്യൽ സിസ്റ്റങ്ങളിലാവുമ്പം മാറി വരുന്ന ഈ അസുഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊന്നും നമ്മളുടെ മക്കളുടെ ഭാവി ഒരിക്കലും മാറ്റി വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പം ഒരു റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സംവിധാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഹാർവസ്റ്റ് ഫുള്ളി റെസിഡൻഷ്യൽ സിസ്റ്റമാണ്. കാരണം അതിൻ്റെ ഒരു ഗുണം കഴിഞ്ഞ 2 വർഷങ്ങൾ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം 24 hours മക്കൾ നമ്മളുടെ ഒപ്പം ഉണ്ടാകുമ്പോൾ അവരുടെ എല്ലാ പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ റെസിഡൻഷ്യൽ സിസ്റ്റത്തിന് വളരെയധികം ഉപയോഗങ്ങൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ റെസിഡൻഷ്യൽ സിസ്റ്റത്തിലാണോ കുട്ടി പഠിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സംഗതികളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഹാർവസ്റ്റിൻ്റെ സംവിധാനങ്ങളുള്ളത്. റെസിഡൻഷ്യൽ ക്യാമ്പസാണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ധാർമ്മിക അന്തരീക്ഷത്തിൽ ഹാർവസ്റ്റിലെ ഡയറക്ടേഴ്സ് എല്ലാവരും നേരിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഹോസ്റ്റലുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സംവിധാനമാണ്. അതുപോലെ തന്നെ സ്കൂൾ ഒരു ഗവൺമെൻറ് അഫിലിയേറ്റഡ് അൺഎയ്ഡഡ് സ്കൂളിൽ വെച്ചിട്ടാണ് ഹാർവസ്റ്റ് ഒരു സംവിധാനം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ സുരക്ഷിതമായിട്ട് തന്നെ കുട്ടികൾക്ക് കറക്റ്റ് സമയത്ത് അവൈലബിൾ ആവും. എല്ലാ എൻട്രൻസ് എക്സാമുകളും കുട്ടികൾക്ക് എഴുതാവുന്ന രീതിയിലുള്ള സംവിധാനം സ്ഥാപനം നേരിട്ട് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഹാർവസ്റ്റിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഹാർവസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം റിസൾട്ടിലാണെങ്കിലും കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ഹാർവസ്റ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണോ വെച്ചാൽ അവിടെ നിന്ന് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഹാർവസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ച് കഴിഞ്ഞു പോയതുമായിട്ടുള്ള രക്ഷിതാക്കളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കും. ഹാർവസ്റ്റ് എന്നും ഓപ്പണാണ്. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് പറയാം, ഇവിടെ പഠനം തന്നെയാണ് പ്രാധാന്യം. പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സംവിധാനമാണ് ഹാർവസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അറിവിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഒരു പക്ഷേ ചില കുട്ടികൾക്കെങ്കിലും ഇത് വലിയൊരു തുടക്കമായേക്കാം. കാരണം ഹാർവസ്റ്റിൻ്റെ ചരിത്രം അങ്ങനെയാണ്. വരുമ്പോൾ ഒന്നുമില്ലെങ്കിലും പോകുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടുമായിട്ടാണ് മക്കളൊക്കെ പോകാറുള്ളത്. അപ്പോൾ ഒരുപാട് മക്കൾക്ക് ഇതൊരു തുടക്കമായിരിക്കാം. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളെല്ലാവരിലേക്കും ഈ ഒരു സംവിധാനം ഷെയർ ചെയ്യാം. ഹാർവസ്റ്റ് എന്നും സംസാരിക്കുന്നത് റിസൾട്ടിലൂടെ മാത്രമാണ്. ഓക്കെ, അല്ലാതെ പാഴ്വാക്കുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള തെളിവോട് കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഈ വർഷം 10ാം ക്ലാസ് കഴിയുന്ന എല്ലാ കുട്ടികളിലേക്കും ഈ സംവിധാനം എത്തിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നല്ല റിസൾട്ട് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.